അമ്മ അത് വേറൊരു വാക്കല്ല. ഫീലിങ്സ്, ലവ്, എമോഷൻസ്, കെയർ, പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരുപാട് വാക്കുകൾ ചേർന്ന രണ്ടക്ഷരമാണ് അമ്മ. നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിക്കുന്നതും വഴക്കിടുന്നതും അമ്മയോടായിരിക്കും. അമ്മ വെള്ളം, അമ്മ റിമോട്ട്, അമ്മ എൻ്റെ ബ്രഷ് എവിടെ, തോർത്തെവിടെ, ഡ്രസ്സ് എവിടെ, അമ്മ കഴിക്കാൻ എന്താ, അമ്മ ഇതാണോ കറി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ 1000-ലധികം പ്രാവശ്യമെങ്കിലും നമ്മൾ അമ്മയെ വിളിച്ചിട്ടുണ്ടാവും. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം, അമ്മ ചെയ്യുന്ന പ്രവൃത്തി അത് നല്ലതാണെങ്കിൽ പോലും നമ്മളിൽ ചിലരൊക്കെ അതൊന്നും തുറന്ന് സമ്മതിച്ചിട്ടുണ്ടാവില്ല. അതിനർത്ഥം അമ്മയുടെ സ്നേഹമില്ല എന്നല്ലാട്ടോ. അമ്മയുടെ മൂല്യം, അമ്മയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് അമ്മ കൂടെ ഉള്ളപ്പോഴല്ല, മറിച്ച് അമ്മയിൽ നിന്ന് അകന്ന് ദൂരെ മറ്റൊരു എൻവയോൺമെൻറ്റിൽ താമസിക്കുമ്പോഴാണ്. ഒന്ന് വയ്യാതെ കിടക്കുമ്പോൾ കഞ്ഞി ബെഡിലേക്ക് കൊണ്ടുവന്ന് തരുന്നതും എൻ്റെ കുട്ടിയുടെ വയ്യായ്ക പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്നതും നമ്മൾ ആ സമയത്ത് മിസ് ചെയ്യും. പ്രഗ്നൻസിയിലെ സ്ട്രെസ്, ആൻസൈറ്റി, ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഇതിൽ നിന്നെല്ലാം മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടെ താങ്ങായും തണലായും നിന്നിട്ടുണ്ടാവുക അമ്മയായിരിക്കും. എനിക്ക് വേണ്ട, എൻ്റെ മോൻ കഴിച്ചോ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് ഒരിക്കലും ആ കാര്യത്തിനോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് സ്വന്തം മക്കൾക്ക് വേണ്ടി എല്ലാം വേണ്ട വയ്ക്കുകയായിരുന്നു. നമുക്കൊരു കുട്ടിയാവുമ്പോഴാണ് നമുക്ക് ഇതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുന്നത്. നമ്മുടെ തെറ്റുകൾ, കുറവുകൾ, സങ്കടങ്ങൾ എല്ലാം വിശ്വസിച്ച് പറയുന്നത് അമ്മയോടായിരിക്കും. അമ്മ അതൊരിക്കലും മറ്റൊരാളോട് പറയില്ല. കാരണം അമ്മയ്ക്ക് മക്കൾ എപ്പോഴും വിലപ്പെട്ടതാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേണ്ടി മുന്നിൽ നിന്ന് സംസാരിക്കുന്നയാൾ അത് അമ്മ മാത്രമായിരിക്കും. അതിൻ്റെ കുറ്റപ്പെടുത്തലുകളും അവഗണനകളും കേൾക്കുന്നതും അമ്മയായിരിക്കും. ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയുടെ സ്നേഹം, അമ്മയുടെ കരുതൽ, അമ്മയുടെ പരിഗണന, അമ്മയുടെ തണൽ അതൊന്നിനും പകരം വയ്ക്കാൻ കഴിയില്ല. അമ്മ ഈസ് എ ബ്ലെസ്സിങ്.